കാലിക്കറ്റ് സർവകലാശാലയിൽ എസ്എഫ്ഐയുടെ പ്രതിഷേധം സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സംഘപരിവാർ പ്രതിനിധികളെ എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് എസ്എഫ്ഐ കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ പ്രതിനിധികളെ തടഞ്ഞുകൊണ്ടുള്ള നീക്കം അത് എസ്എഫ്ഐ നടത്തുന്നു. സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്തതാണ് ഇവരെ. അയോഗ്യരായവരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കെതിരെ, ചാൻസലറുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് എസ്എഫ്ഐ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എസ്എഫ്ഐ ഇപ്പോൾ അവിടെ പ്രതിഷേധം നടത്തുന്നത്. ജോഷില ചേരുന്നു. ജോഷില, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സർക്കാർ നോമിനേറ്റ് ചെയ്ത 18 പ്രതിനിധികളുടെ യോഗമാണ് ഇന്ന് വിളിച്ചു ചേർത്തിരുന്നത്. എന്നാൽ മറ്റ് സംഘടനകളുടെ എല്ലാവരെയും സെനറ്റിലേക്ക് കയറ്റുമെന്നും ഗവർണർ നോമിനേറ്റ് ചെയ്ത 6 പേരെ, സംഘപരിവാർ ബന്ധമുള്ള 6 പേരെ സെനറ്റിലേക്ക് കയറ്റാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് എസ്എഫ്ഐ പ്രതിഷേധ സമരം തുടരുന്നത്. എസ്എഫ്ഐയുടെ പ്രതിഷേധ സമരം പോലീസ് തടയുകയും അവരെ നീക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിന്നും എസ്എഫ്ഐ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംഘടനകൾ പ്രതിനിധികളെ എല്ലാം തന്നെ സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു. എന്നാൽ സംഘപരിവാർ ബന്ധമുള്ള അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത ഒരാളെ പോലും ഗവർണർ നിയോഗിച്ച അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത ഒരാളെ പോലും ഈ സെനറ്റിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് എസ്എഫ്ഐയുടെ നയം, എസ്എഫ്ഐയുടെ നിലപാട്. അതുകൊണ്ടാണ് എസ്എഫ്ഐ പ്രവർത്തകർ ഇന്ന് അല്പസമയം മുൻപ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില, ഈ സംഘപരിവാർ പ്രതിനിധികൾ എന്ന് പറയുന്ന ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടോ? അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എസ്എഫ്ഐ പ്രവർത്തകർ അവരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. സംഘപരിവാർ ബന്ധമുള്ള 6 പേർ ഇവിടെ എത്തിയിരുന്നു. 6 പേരെ ഇപ്പോഴും പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇവരെ അകത്തേക്ക് കയറ്റില്ല എന്നുള്ളത് തന്നെയാണ് എസ്എഫ്ഐ നിലപാട്. ഇവരെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. ഇവരിപ്പോഴും ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവർ 6 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. 6 പേരെയും അകത്തേക്ക്, സെനറ്റിനകത്തേക്ക്, യോഗ്യതയില്ലാത്തവരാണ് ഇവരെ 6 പേരെയും സെനറ്റ് യോഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് എസ്എഫ്ഐയുടെ നിലപാട്. സെനറ്റ് യോഗം അവിടെ ആരംഭിച്ചിട്ടുണ്ടോ? സെനറ്റ് യോഗം ആരംഭിക്കുന്നതേ ഉള്ളൂ. എസ്എഫ്ഐ കാരെ ഇപ്പോൾ നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇവിടെ എത്തിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധം ശക്തമാവുകയും ചെയ്യുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്നും ശരി, കാലിക്കറ്റ് സർവകലാശാല എസ്എഫ്ഐയുടെ പ്രതിഷേധം സെനറ്റിലേക്ക് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സംഘപരിവാർ പ്രതിനിധികളെ എസ്എഫ്ഐ പ്രവർത്തകർ തടഞ്ഞിരിക്കുകയാണ്. അവർ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ